നമസ്കാരം, ഞാൻ ഡോക്ടർ കോശി പണിക്കർ, കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ, SUT ഹോസ്പിറ്റൽ, പട്ടം, ട്രിവാൻഡ്രം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ മോഷൻ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതായത് മോഷൻ പോകുമ്പോൾ എരിച്ചിൽ വേദന, മോഷൻ പോകുമ്പോൾ ബ്ലഡ് പോകുന്നു, ബ്ലഡ് തുള്ളി തുള്ളിയായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ബ്ലഡ് ഇങ്ങനെ ഒരു ചീറ്റുന്ന കണക്ക് പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മോഷൻ പോകുന്ന ആ ഭാഗത്തിന് ചുറ്റുമായിട്ട് ഒരു ഉണങ്ങാത്ത മുറിവ്, അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പഴുപ്പും വെള്ളവും വരുന്നു എന്നുള്ള രോഗലക്ഷണങ്ങളെ കുറിച്ച് പറയാനാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും വരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഹെമറോയിഡ്സ്, അല്ലെങ്കിൽ പൈൽസ്, അല്ലെങ്കിൽ ഫിസ്റ്റുല ഇൻ നേനോ, അല്ലെന്നുണ്ടെങ്കിൽ ഫിഷർ ഇൻ നേനോ ആണ്. അപ്പോൾ പിന്നെ ഒരു അസുഖം കൂടെ വരാവുന്നത് നമ്മുടെ ബട്ടക്സ് തുടങ്ങുന്ന ഭാഗത്തിൽ ഒരു നേറ്റൽ ക്ലെഫ്റ്റ് എന്ന് പറയും, അവിടെ പൈലോനെഡൽ സൈനസ് എന്നുള്ള അസുഖം. അതാണ് പ്രോക്ടോളജി എന്നുള്ള വിഭാഗം ഡീൽ ചെയ്യുന്ന 4 അസുഖങ്ങൾ. അതായത് പൈലോനെഡൽ സൈനസ്, ഫിഷർ ഇൻ നേനോ, ഫിസ്റ്റുല, ഹെമറോയിഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഓരോ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പൈൽസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ദശ താഴോട്ട് ഇറങ്ങുകയും, അല്ലെന്നുണ്ടെങ്കിൽ പെയിൻ ഇല്ലാതെ തന്നെ മോഷൻ പോകുമ്പോൾ ബ്ലഡ് ഇങ്ങനെ ചീറ്റുന്ന കണക്കത്തുള്ള ഒരു സിംറ്റം ആയിരിക്കും ഉണ്ടാവുക. അത് ക്രോണിക്കായിട്ട് കോൺസ്റ്റിപ്പേഷൻ വന്ന് നമ്മൾ മോഷൻ പോകാനായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഏനൽ കുഷ്യൻസ് താഴോട്ട് ഇറങ്ങി വരുന്നതാണ് ഈ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഫിഷർ ഇൻ നേനോ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഏനൽ കനാലിൻ്റെ അവിടെയുള്ള സ്പിങ്ക്ചറിൻ്റെ, അതായത് മസിലിൻ്റെ കുറച്ച് സ്പാസം, അതായത് അത് കുറച്ച് ഇറുകിയിരിക്കുന്ന കാരണം മലം പോകുമ്പോൾ വികസിക്കാതിരിക്കുകയും നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് മോഷൻ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ചർമ്മത്തിൽ മുറിവുണ്ടാവുകയും ആ മുറിവിലൂടെ വീണ്ടും മോഷൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് എരിച്ചിലും വേദനയും സഹിക്കാൻ വയ്യാത്തൊരു എരിച്ചിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഫിഷർ ഇൻ നേനോ എന്ന് പറയുന്നത്. മൂന്നാമതുള്ളതും കോൺസ്റ്റിപ്പേഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ഒരുപാട് നേരം അല്ലെങ്കിൽ റെക്കറൻറ്റ് കോൺസ്റ്റിപ്പേഷൻ കാരണം ഏനൽ ഗ്ലാൻഡിൽ ഒരു ഇൻഫെക്ഷൻ വരികയും അത് അവിടെ ഒരു ഇൻഫെക്ഷൻ പഴുപ്പാവുകയും അത് നമ്മുടെ മലദ്വാരത്തിൻ്റെ സൈഡിലുള്ള ചർമ്മം വഴി ഒരു ട്രാക്റ്റ് പോലെ ആവുന്ന ഒരവസ്ഥയാണ് ഫിസ്റ്റുല ഇൻ നേനോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൈലോനെഡൽ സൈനസ് അല്ലെങ്കിൽ ജീപ്പ് ഡ്രൈവേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒരുപാട് നേരം മൃദുലമല്ലാത്ത കുഷ്യനില്ലാത്ത സ്ഥലങ്ങളിൽ ഇരുന്ന് സ്ട്രെസ്സ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അകത്തേക്ക് വളർന്ന് അതൊരു ട്രാക്റ്റ് ആവുന്ന ഒരു അസുഖമാണ് ഈ പൈലോനെഡൽ സൈനസ് എന്ന് പറയുന്നത്. മുമ്പ് ഈ 4 അസുഖങ്ങൾക്കും ഓപ്പൺ സർജറി മാത്രമായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ഉണ്ടായിരുന്നത്. അത് ടൈം കൺസ്യൂമിങ്ങും കുറച്ച് വേദന ഉണ്ടാകുന്നതും ഡിലേഡ് വൂണ്ട് ഹീലിംഗ്, അതായത് വൂണ്ടെല്ലാം ഉണങ്ങി വരാൻ കുറച്ച് കാലതാമസവും ഹോസ്പിറ്റൽ സ്റ്റേ അധികവും ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ലേസേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ലേസർ ഇൻ പ്രോക്ടോളജി, അതായത് ഈ 4 അസുഖത്തിനും ലേസർ രശ്മികൾ കൊണ്ട് നമുക്ക് ഈ പൈൽസ് കരിച്ച് കളയാൻ പറ്റും, ഈ സ്പിങ്ക്ചർ കുറച്ച് കട്ട് ചെയ്ത് ലൂസാക്കാൻ പറ്റും. ഫിഷർ ഇൻ നേനോയ്ക്ക് പൈലോനെഡൽ സൈനസ് ആണെങ്കിലും ആ ട്രാക്റ്റ് നമുക്ക് കരിച്ച് കളയാൻ പറ്റും. ഫിസ്റ്റുലയാണെന്നുണ്ടെങ്കിലും ഇത് ലേസർ ഉപയോഗിക്കാൻ പറ്റും. പണ്ട് ഇതിനെല്ലാം ഓപ്പൺ സർജറി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ലേസറിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാൾ ലീവ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒറ്റ ദിവസത്തെ പ്രൊസീജിയറേ ഉള്ളൂ, ബാക്കിയെല്ലാം OP ഫോളോ അപ്പ് ആയിരിക്കും. അപ്പം പെട്ടെന്ന് ചെയ്ത് പോവാം എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ലേസർ രശ്മികൾ കൊണ്ട്. അപ്പോൾ ലേസർ ഇൻ പ്രോക്ടോളജി അതിനെക്കുറിച്ച് അറിയാനും, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതകൾ, നിങ്ങൾക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ സിംറ്റംസിന് എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് SUT പട്ടം ഹോസ്പിറ്റലിൽ നമ്മുടെ സർജറി OPD വരാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.